മത്സരത്തിന്റെയും അപ്പീലുകളുടെയും കലോത്സവ ലോകത്ത് പൈങ്കുളം നാരായണ ചാക്യാർ ഏകാംഗ വിസ്മയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നൂറുകണക്കിന് കുട്ടികളെ കൂത്തുകലകളിലേക്ക് പരിശീലിപ്പിച്ച് കൈപ്പിടിച്ചുയർത്തുന്ന ഏറെ ജനകീയനായ നാരായണ ചാക്യാരുടെ കുട്ടികൾ ഇത്തവണയും കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, പാട്ടകം തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മത്സരിക്കാനെത്തിയിരുന്നു. കലോത്സവത്തെപ്പറ്റിയും കലയുടെ പ്രചാരം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റിയും സർക്കാർ തലത്തിലെ ഇടപെടലുകളെ സംബന്ധിച്ചും സംസ്കൃതോത്സവത്തിന്റെ ഗ്രീൻ റൂമിൽ വെച്ച് കൂത്തുകലകളുടെ ജനകീയ പരിശീലകൻ CCTVയോട് മനസ്സ് തുറന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മളിപ്പോൾ ഒരു ഗ്രീൻ റൂമിലാണ് ഉള്ളത്. കൂടിയാട്ടം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മേക്കപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇത്തരം ഇനങ്ങളിൽ ഏറെ പ്രശസ്തനായ കേരളത്തിൽ അനേകം ശിഷ്യസമ്പത്തുള്ള പൈങ്കുളം നാരായണ ചാക്യാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. സാർ, എത്രമാത്രം മേക്കപ്പിന് പ്രാധാന്യം ഇതിലെ ഇനങ്ങളിലെ? ഈ കൂടിയാട്ടത്തിലും സമാനമായിട്ടുള്ള കലാരൂപങ്ങളിലൊക്കെ, അതായത് കേരളത്തിൻ്റെ ശാസ്ത്രീയ കലാരൂപങ്ങളിലെല്ലാം മേക്കപ്പിന് പ്രാധാന്യമുണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പോൾ കഥകളിയുടെ, കൃഷ്ണനാട്ടത്തിൻ്റെയൊക്കെ ഒരു പൂർവ്വരൂപമായിട്ടുള്ള കൂടിയാട്ടത്തിൽ നിന്നാണ് ഈ മേക്കപ്പൊക്കെ മറ്റ് കലകളിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത്. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിലിപ്പോൾ ഇത്ര ഇനങ്ങളിലൊക്കെ ജനപ്രീതി നഷ്ടപ്പെടുന്നുണ്ടോ, അതോ കൂടുതൽ കാഴ്ചക്കാരൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇത് ഒരു 10-20 വർഷം മുമ്പാണ് ഈ ചോദ്യം എന്ന് വെച്ചാൽ പ്രസക്തമായിരുന്നു. കാരണം അന്ന് വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ജനപ്രീതി നഷ്ടപ്പെടില്ല, കുറേശ്ശെ ആൾക്കാർ വീണ്ടും ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രകലകൾ എന്ന രീതിയിൽ വ്യാപകമായിട്ട് ഇത്തരം ഇനങ്ങൾ, ക്ഷേത്രകലകൾ എന്നുള്ള നിലയിൽ വ്യാപകമായിട്ട് ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൂടിയാട്ടം വളരെ കുറവാണ്. അപ്പോൾ അല്ലാതെ ഉള്ള അവതരണങ്ങളാണ് കൂടുതൽ. ക്ഷേത്രങ്ങളിൽ താരതമ്യേന വളരെ കുറഞ്ഞ അവതരണമേ ഉള്ളൂ ഇപ്പോഴും കൂടിയാട്ടത്തിന്. ഇപ്പോൾ ഒരുപക്ഷെ കലോത്സവത്തിലൂടെയാണ് കേരളം മുഴുവൻ ഇത് പ്രചരിക്കുന്നത്. സാറിന് കേരളത്തിൽ വ്യാപകമായിട്ട് ശിഷ്യഗണങ്ങളുണ്ട്. കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെ ടാലൻറ്റ് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ഈ കുട്ടികളെ നോക്കിയപ്പോൾ ഇതൊന്നും ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കാൻ, കരിയർ എന്നുള്ള നിലയ്ക്ക് ആർക്കും പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഈ കലകളൊന്നും തന്നെ പഠിച്ച് പൂർണ്ണമായിട്ട് അവർക്കൊരു കലാകാരനോ കലാകാരിയോ ആയിട്ട് മാറാൻ സാധിക്കില്ല. ഒരു പാഷൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ ഈ കലോത്സവത്തിന് വേണ്ടി പഠിക്കാൻ വന്ന പലരും ഇത് കഴിഞ്ഞും തുടരുന്നുണ്ട്. എൻ്റെ ശിഷ്യർ തന്നെ, അത് പ്രത്യേകിച്ച് ചാക്യാർ കൂത്തൊക്കെ ധാരാളം പേര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തുടർന്ന് പോകുന്നുണ്ട്. സാർ, അവസാനമായിട്ട് ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അത്തരം സാംസ്കാരിക സംഘടനകൾ എത്രമാത്രം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്? സർക്കാർ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ഉദാഹരണം കലോത്സവത്തിൽ ഇത് ഒട്ടും കുറവില്ലാതെ നടത്തുന്നുണ്ട് എന്നതിൻ്റെ വലിയ കാര്യമാണ്. പിന്നെ സാംസ്കാരിക വകുപ്പിൻ്റെയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒറിജിനലായിട്ട്, എല്ലാത്തിലും ഉണ്ടല്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റും ഇതുമായിട്ടുള്ള ശുദ്ധരൂപത്തിലുള്ള കല ആണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ആളുണ്ട്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുള്ള സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ട്.